ഇടറുന്ന പുസ്തകശാല. ബ്രാംബിൾവിക്ക് പട്ടണത്തിലെ ഏറ്റവും പഴയ കെട്ടിടം പഴയ കല്ലുകൊണ്ട് പണിത പുസ്തകശാലയായിരുന്നു. മതിലുകൾ പൊട്ടിപ്പൊളിഞ്ഞു, ജനാലകൾ മങ്ങിയിരുന്നു, അടിക്കടി പോകാൻ ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ എലാരയ്ക്ക് അതിനൊരു പ്രത്യേക ഇഷ്ടം. അവൾക്ക് പഴയ സ്ഥലങ്ങൾ, പൊടിയുടെ മണം, ഓരോ ചുരണ്ടുന്ന നിലപാടിന്റെയും കഥകളെക്കുറിച്ചുള്ള കൽപ്പന, ഇവയെല്ലാം ഇഷ്ടം. ഒരു മഴയുള്ള വൈകുന്നേരം അവൾ പുസ്തകശാലയിലെ ഏറ്റവും അകലെ ഉള്ള കോണിൽ ഒറ്റയ്ക്കിരുന്നു വായിക്കുമ്പോഴാണ് അത് കേട്ടത്. അത് അല്പം പേപ്പർ ചുരണ്ടുന്ന ശബ്ദം പോലെ ഷെൽഫുകൾക്കിടയിൽ നിന്നും വന്നു. അവൾ തല ഉയർത്തി നോക്കി. ആരുമില്ല. വീണ്ടും വേഗം. അത് ഉണരുന്നതിനു മുമ്പ് പുസ്തകശാലയുടെ അറ്റത്തുള്ള ബേസ്മെന്റ് വാതിലിലേക്ക് അവളുടെ കണ്ണുകൾ വഴുതി. വാതിൽ ചെറിയൊരു വിടവിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തെ ഇരുണ്ടത്. ഒറ്റയ്ക്കു പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ ഇടറുന്ന ശബ്ദം വിളിക്കുകയായിരുന്നു. മെഡൽ പടികൾ അവളുടെ ഭാരത്തിൽ വിലപിച്ചു. വായുവിൽ ഒരു തണുപ്പ് നനവ് ഉണ്ടായിരുന്നു. ടോർച്ചിന്റെ പ്രകാശത്തിൽ പൊടി മഞ്ഞുപോലെ പറന്നു. പക്ഷേ അതൊന്നും പൊടിയല്ല. അവ്യക്തമായ ചെറിയ പേപ്പർ തുണുക്കൾ നിലപ്പാടിനടിയിൽ നിന്ന് മന്ദമായി ഉയരുകയായിരുന്നു. ശബ്ദം വീണ്ടും വന്നു, എല്ലായിടത്തുനിന്നും ഒരുമിച്ച്. നിലപ്പാടിനടിയിൽ. വാക്കുകൾ മങ്ങുമ്പോഴാണ് അത് ചലിക്കുന്നത്. അവൾ ഒരു കോണിൽ തിരിഞ്ഞപ്പോൾ അവൾ നിശ്ചലമായി. ഒരു വലിയ പുസ്തകം പീഠത്തിന്മേൽ തുറന്നുകിടന്നു. ചർമ്മക്കവചം പൊട്ടിപ്പൊളിഞ്ഞു, പേജുകൾ മങ്ങിയ മഞ്ഞ നിറം. എഴുത്ത് അല്പം അല്പമായി പൊടി പോലെ അപ്രത്യക്ഷമാകുകയായിരുന്നു. ഒരു പേജിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. ചുരുണ്ടുകിടക്കുന്ന എന്തോ പുസ്തകശാലയുടെ അടിയിലൊളിച്ച്. കണ്ണുകളാണെങ്കിൽ അടഞ്ഞുകിടക്കുന്നു. നിലപാട് അല്പം നടുങ്ങി. അത് ഉണരുന്നു, ശബ്ദങ്ങൾ കുളിർപ്പോടെ. വാക്കുകൾ തിരികെ എഴുതൂ. അത് പുറത്തേക്കുള്ള വഴിയെ ഓർമ്മിക്കുന്നതിനു മുമ്പ് അവളുടെ കൈ നടുങ്ങി. പക്കലുണ്ടായിരുന്ന പേനയും ആസ് പോലെ തണുത്ത മഷ്കുപ്പിയും അവൾ പിടിച്ചു. അവൾ എഴുത്ത് വീണ്ടും ഇരുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അർത്ഥം എഴുതുമ്പോൾ അവൾ അത് കേട്ടു. ഒരു നനഞ്ഞു ചുരണ്ടുന്ന ശബ്ദം നിലപ്പാടിനടിയിൽ നിന്ന്. കരിമ്പുകൾ പോലെ. അവൾ വേഗത്തിൽ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ശബ്ദങ്ങൾ അത്യാവശ്യമായി. താഴേക്ക് നോക്കരുത്, താഴേക്ക് നോക്കരുത്. അവൾ അവസാന അക്ഷരം എഴുതി തീർത്തു. ശബ്ദം നിശബ്ദമായി. നിലപ്പാട് അനങ്ങാതെ നിന്നു. ചിത്രത്തിലെ ആ ചുരുണ്ട ആകാരം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ബേസ്മെന്റ് ഇപ്പോൾ ശൂന്യമായിരുന്നു. പിന്നീട് വളരെ അടുത്ത്, ചെവിയോട് ചേർന്ന് ഒരൊറ്റ ചിരുതിയിരുന്ന ശബ്ദം. അടുത്ത് ഉണരുമ്പോൾ, നിന്നെ ഞങ്ങൾ വിളിക്കും.